نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസം, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ നാട് SIRന്റെ നെട്ടോട്ടത്തിലാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ തീവ്രമായ രീതിയിൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇടപെടേണ്ടതുണ്ട്. അത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി അതിൽ തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നത് നിർബന്ധമാണ്. അതിന്റെ ഫോറം പൂരിപ്പിക്കുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ പൂരിപ്പിക്കണം. കഴിയുമെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ആദ്യം തെറ്റുകൂടാതെ പൂരിപ്പിച്ച് അത് ആർക്കെങ്കിലും അറിയുന്ന ഒരാൾക്ക് കാണിച്ചു കൊടുത്ത് തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തി പിന്നീട് ഒറിജിനലിലേക്ക് എഴുതുന്ന രീതിയിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം പഴയ രേഖയിലുള്ളത് എഴുതുമ്പോൾ ആ രേഖയിലുള്ളതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. അത് എങ്ങനെയാണോ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എന്താണോ അതിന്റെ നേരത്തെയുള്ള പേരും ഇനീഷ്യലും കുത്തും കോമയും എന്താണോ അത് ആ രീതിയിൽ തന്നെ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അറിയാത്തത് അന്വേഷിക്കുവാൻ ഒരിക്കലും തന്നെ നമ്മൾ മടിക്കുകയും ചെയ്യരുത്. അതോടൊപ്പം തന്നെ അറിവുള്ള ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുവാനും ഈ ഘട്ടത്തിൽ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലെ പ്രവാസികളായിട്ടുള്ള ആളുകൾ, മരുമക്കളായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ വിവരങ്ങളുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ പുലർത്തേണ്ടത്. പ്രവാസികൾ ഇവിടെയുള്ള സാധാ വോട്ടുള്ളവരായിരിക്കും. അത് ആ രീതിയിൽ തന്നെ ചേർത്ത് പോവുകയാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ വിവരങ്ങളുടെ ഒപ്പം ഒരിക്കലും നമ്മൾ സഞ്ചരിക്കരുത്. ഇപ്പോൾ ഒരു വോയിസ് പരക്കെ പരന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകൾ കാത് പുറത്തു കാണിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ ഫോട്ടോ കൊടുത്തെങ്കിലേ ശരിയാവുകയുള്ളൂ എന്ന്. അങ്ങനെ ഒരു സ്പെഷ്യൽ നിർദ്ദേശമൊന്നും ഇലക്ഷൻ കമ്മീഷൻ്റെതായിട്ട് വന്നത് നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാകും. ഫോട്ടോ നിർബന്ധമായി പതിക്കണം എന്ന് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അനാവശ്യമായ ആശങ്കകൾ ഉണ്ടാക്കാതിരിക്കുകയും അത്തരം ആശങ്കകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. ഈ SIR പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ ഏത് അറ്റം വരെയും പോകും. അത് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളത് പോകുന്നത്? അതെനിക്കറിയില്ല, എനിക്കത് മനസ്സിലാവില്ല,
എനിക്കത് തിരിയുന്നില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും അത് ഒഴിവാക്കാറില്ല. അതിന് കാരണം അത് നമ്മളെ നേരിട്ട് ബാധിക്കും എന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ അതിനു വേണ്ടി എല്ലാവരും സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു കേവലം വോട്ടർ പട്ടിക പുതുക്കൽ മാത്രമല്ല, അത് ഭാവിയിൽ നമ്മുടെ പൗരത്വത്തെ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. കാരണം 9ാമത്തെ തവണയാണ് SIR പുനഃപരിശോധിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 8 തവണയും ഇല്ലാത്ത ഒരു ജാഗ്രത ഇന്ന് സമൂഹത്തിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം CAA എന്ന് പറയുന്ന ഒരു നിയമം പാസാക്കപ്പെട്ടതിന് ശേഷമുള്ള SIR ആണ് ഇപ്പോൾ വരുന്നത് എന്നതാണ്. അതാ ഒരു പ്രത്യേക വിഭാഗത്തെ മാറ്റി നിർത്തുവാനുള്ള ഒരു നിയമം ഇന്ന് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരപ്പെടുകയും അതിനുശേഷം ഇത് നടത്തപ്പെടുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ അത് അതിലേക്ക് ചേർത്ത് വായിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഈ ജാഗ്രത വരാനുള്ള ഒരു കാരണം. അതുകൊണ്ട് നമ്മുടെ അടുത്ത തലമുറയെ കൂടി ഇത് ബാധിക്കുമെന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഏതൊരു കൊച്ചു വീഡിയോ വന്നാലും, ഒരു ടെക്സ്റ്റ് വന്നാലും, പത്രത്തിൽ ലേഖനം വന്നാലും, എവിടെയെങ്കിലും ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോകാനും ഒക്കെ നമ്മൾ തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ സഹോദരങ്ങളെ, വിശ്വാസികൾ ഇതോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ പൗരത്വം, അതേപോലെ നമ്മുടെ വോട്ടവകാശം, ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് ആവശ്യമാകുക? എപ്പോഴാണ് നമുക്ക് ആവശ്യമാകുക? നമുക്ക് ജീവനുണ്ടെങ്കിൽ മാത്രമേ അത് ആവശ്യമുള്ളൂ. നമ്മൾ മരിച്ചാൽ പിന്നെ പൗരത്വം ആവശ്യമുണ്ട്, നമ്മൾ മരിച്ചാൽ പിന്നെ വോട്ടവകാശം ആവശ്യമുണ്ട്. അത് മരണപ്പെടുന്ന സമയത്ത് നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് ആവുക എന്നത് പ്രധാനമാണ്. പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ വോട്ടവകാശം ഉണ്ടായിട്ട് എന്താ കാര്യം? പിന്നെ നാളെ കബറിൽ പൗരത്വം ഉണ്ടായിട്ട് എന്താ കാര്യം? യഥാർത്ഥത്തിൽ മരണത്തോടുകൂടി അവസാനിക്കുന്നതാണതെല്ലാം. എന്നാൽ മരണശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എല്ലാ പൗരത്വം ഉറപ്പുവരുത്തി, അതുപോലെ തന്നെ വോട്ടവകാശം ഉറപ്പുവരുത്തി, എല്ലാ കാര്യവും പൂരിപ്പിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അറ്റാക്കായി മരിച്ചാലോ, പിറ്റേ ദിവസം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടാലോ, പിന്നെന്താ അതുകൊണ്ട് കാര്യം? എന്നാൽ മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥത്തിൽ ഒരു ജീവിതമുണ്ട്. അത് ഖബറിന് ശേഷമുള്ള ജീവിതമാണ്. ആ ജീവിതമല്ല ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും. ഇവിടെ പൂരിപ്പിക്കാൻ അറിയാത്ത ആളുകൾക്ക് പൂരിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ടാകും. സംശയം ചോദിക്കാൻ BLOമാരുണ്ടാകും. അവർക്കറിയാത്തത് പറഞ്ഞു തരാൻ അതിന്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. അങ്ങനെ ഒരു ഒട്ടനവധി സൗകര്യങ്ങൾ ഇവിടെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മെ തേടിയെത്തും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നാൽ നാളെ പരലോകത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് വരുന്ന സമയത്ത് അവിടെ ആരും ഒരു കാര്യത്തിനും സഹായിയായി ഉണ്ടാവുകയില്ല. വാപ്പയുണ്ടാകില്ല, ഉമ്മയുണ്ടാകില്ല, സഹോദരനുണ്ടാകില്ല, ഭാര്യയുണ്ടാകില്ല, ഭർത്താവുണ്ടാകില്ല. എല്ലാവരും അവനവന്റെ കാര്യം ഒറ്റക്ക് നോക്കേണ്ട ഒരു നാളിന്റെ പേരാണ് പരലോകം എന്ന് പറയുന്നത്. ആ വലിയ ഘോര ശബ്ദം വന്നു കഴിഞ്ഞാൽ, അഥവാ ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, അവനവാ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുമെന്നാണ്. ഫറ എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഓടുന്ന ഒരു മാൻപേടയുടെ ഓട്ടത്തെ വേണമെങ്കിൽ ഫറ എന്ന വാക്കുകൊണ്ട് നമുക്ക് ഉപമിക്കാനാവുന്നതാണ്. അഥവാ ജീവനും കൊണ്ടോടുന്ന, ഞാൻ രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചോടുന്ന ഒരു ഓട്ടം ആരിൽ നിന്നാണ് നാളെ പരലോകത്തോടാനിരിക്കുന്നത്? മിൻ അഖീ, അവന്റെ സഹോദരനിൽ നിന്ന്, വ ഉമ്മിഹി, ഉമ്മയിൽ നിന്ന്, വ അബീഹി, പിതാവിൽ നിന്ന്, വ സ്വാഹിബത്തിഹി, അവന്റെ കൂട്ടുകാരനിൽ നിന്ന്, വ ബനീഹി, അവന്റെ മക്കളിൽ നിന്ന്. എല്ലാവരും പരസ്പരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ 25 വർഷം അല്ലെങ്കിൽ 30 വർഷം പ്രവാസ ജീവിതം അനുഭവിച്ചത്? ആ മണലാരണ്യത്തിൽ കഠിനാധ്വാനം ചെയ്തത് ഈ മക്കൾക്ക് വേണ്ടിയായിരുന്നു, ഈ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു, ഈ കുടുംബത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഈ കുടുംബങ്ങളൊന്നും അവിടെ വെച്ചുകൊണ്ട് കണ്ടാൽ പരസ്പരം സംസാരിക്കില്ല. ഓരോരുത്തർക്കും അവനവന്റെ കാര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്ന് ഓരോരുത്തർക്കും അവനവന്റെ കാര്യം മാത്രം. എനിക്ക് ഞാൻ രക്ഷപ്പെട്ടാൽ മതിയായി എന്ന ചിന്തയാണ് ഉണ്ടാവുക. കാരണം ഒരു ഭാഗത്ത് നരകമാണ്, ആ നരകം ആളി കത്തിക്കൊണ്ടിരിക്കുന്നു.
മറുഭാഗത്ത് സ്വർഗം കാണുന്നു. ആ സമയത്ത് പടച്ചോനെ ഈ സ്വർഗത്ത് പോകാൻ എന്റെ അടുത്തൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുന്ന ഒരു ഘട്ടമാണ് മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ ആർക്കും നമ്മൾ തളരുമ്പോ താങ്ങാൻ ആളുണ്ടാകും, നമ്മൾ കുടുംബം സഹായിക്കാൻ ആളുണ്ടാകും. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടാവുകയില്ല. നശ്വരമായ ജീവിതത്തിനായി എത്രമേൽ വലിയ സിലബസാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഇന്ന് SLC പ്രായം കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഭയങ്കര ബിസിയുള്ള ഒരു കുട്ടിയാണ്. വേഗം നമ്മൾ എൻട്രൻസ് എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ കോച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോയി ചേർക്കും. ആ കുട്ടിക്കും വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ വരാൻ കഴിയില്ല, സൽക്കാരത്തിന് വരാൻ കഴിയില്ല, കല്യാണത്തിന് വരാൻ കഴിയില്ല. ഒരേതുവരെ ഒരാൾ മരണപ്പെട്ടാൽ പോലും വരാൻ കഴിയാത്ത തിരക്കാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതുവരെ മക്കളുടെ പഠനത്തിന് വേണ്ടി സ്വന്തം വീട് അടച്ച് അവർ പഠിക്കുന്ന സ്ഥലത്ത് പോയി താമസിക്കാൻ പോലും ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ പഠിക്കേണ്ടതില്ല എന്നല്ല. ഞാൻ സൂചിപ്പിക്കുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തിൽ ഈ ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി എത്ര കാശാണ് നമ്മൾ ചെലവഴിക്കുന്നത്, എത്ര സമയമാണ് നമ്മൾ കൊടുക്കുന്നത്, എത്ര അധ്വാനമാണ് നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്, എത്രമാത്രം ടെൻഷനാണ് നമ്മൾ ഓരോ രക്ഷിതാക്കളും അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഇതിനേക്കാളും പ്രധാനമാണ് ശാശ്വതമായ പരലോക ജീവിതം. അവിടെയുള്ള രക്ഷയും സമാധാനവും ലഭിക്കാൻ ആവശ്യമായ വായനയും പഠനവും ആ നിലക്കുള്ള അറിവുകളും കരസ്ഥമാക്കുന്ന വിഷയത്തിൽ എത്രത്തോളം നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാകുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെ അതിന് തയ്യാറാക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോ, പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ പേരാണെന്ത്? ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമാകുന്ന മതം ഇസ്ലാം മാത്രമാകുന്നു എന്നാകുന്നു വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതിന്റെ സിലബസ് ആണെന്ത്? ഖുർആൻ എന്ന് പറയുന്നത്. അതിന്റെ സിലബസ് ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമ്മളോടൊന്ന് ചോദിക്കും, ഖുർആനിൽ നിന്ന് എത്ര സൂറത്തുകൾ നമുക്ക് മനഃപ്പാഠമുണ്ട്? ഒരാവർത്തിയെങ്കിലും ഈ ഖുർആൻ മുഴുവൻ വായിച്ച് അതിന്റെ അർത്ഥസഹിതം വായിച്ചവർ എത്ര പേരുണ്ട്? അതിന്റെ മലയാളത്തിലുള്ള ഒരു തഫ്സീർ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ണോടിച്ചവർ എത്രയുണ്ട്? എത്ര ഹദീസുകൾ നമുക്ക് മനഃപ്പാഠമുണ്ട്? ഓരോരുത്തരും അവനോട് ചോദിക്കുക, അല്ലേ? എന്നാൽ എത്ര ഉദ്ധരണികൾ നമുക്കറിയാം, എത്ര സമവാക്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ മക്കൾ എത്രയാണ് കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു നല്ല സമയം നമ്മൾ ഇതിനും ശാശ്വതമായ ആ ലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള കാര്യത്തിനും നമ്മൾ നൽകാനില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഈ ഇസ്ലാമിക പ്രമാണങ്ങളുടെ ആശയങ്ങൾ വിശദീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്, ലേഖനങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്. അതൊക്കെ സുഹൃത്തുക്കളെ നമ്മൾ വാങ്ങിക്കൊണ്ടുപോയി അവിടെ നമ്മുടെ ലോക്കറിൽ വെച്ചിട്ടാവും എന്നല്ലാതെ അത് എടുത്ത് വായിക്കുന്ന സ്വഭാവം എത്ര പേർക്കുണ്ട്? ഒരു ഇസ്ലാമിക ഗ്രന്ഥം കൃത്യമായി വായിക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. ഒരു ആവേശത്തിന് ചിലപ്പോൾ വാങ്ങി അവിടെ അലമാരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, പക്ഷെ വായിക്കാൻ എത്ര പേര് ചെയ്യാറുണ്ട്? തൊട്ടടുത്തൊരു ഖുർആൻ ക്ലാസ് ഉണ്ടായിട്ട് ആ ഖുർആൻ ക്ലാസ്സിലേക്ക് സ്ഥിരമായി പോകുന്ന എത്ര ആളുകളുണ്ട്? എന്തിനധികം ഒരു ജുമുഅ നടക്കുന്ന സമയത്ത് പോലും ആ ഖുതുബ ഒന്ന് മുഴുവൻ കേൾക്കണം എന്ന വിശ്വാസത്തോടു കൂടി അതൊരു അജണ്ടയായി എടുത്തുകൊണ്ട് എത്ര ആളുകൾക്ക് വരാൻ കഴിയുന്നുണ്ട്? അവിടെ വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കും, അവസാനം നിസ്കരിക്കുന്ന സമയം നോക്കിക്കൊണ്ട് ഓടികാണ്ട് വരും. ഇതൊക്കെ ഒരു നെവർ മൈൻഡ് ആണ്. ഞാനിത് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇതൊരു ഗൗരവ വിഷയമായി പലപ്പോഴും വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആളുകളും വായിക്കാൻ ഒരു പ്രസിദ്ധീകരണം കൊടുത്താൽ പറയുന്നത് ഇസ്ലാമിക പ്രസിദ്ധീകരണമാണെങ്കിൽ പറയും ഇവിടെ വായിക്കാൻ ആരുമില്ല എന്ന് പറയും. ഇവിടെ വായിക്കാൻ ആരുമില്ല. ആ പറയുന്നത് കളവല്ലേ സുഹൃത്തുക്കളെ? പറയുന്നത് കളവല്ലേ? ആ പറയുന്ന വ്യക്തി വായിക്കേണ്ടവനല്ലേ? ആ പറയുന്ന വ്യക്തിക്ക് അത് ബാധകമല്ലേ? എനിക്കതൊന്നും ബാധകമല്ല. ഇവിടെ കുട്ടികളൊന്നുമില്ല, അങ്ങനെ ആൾക്കാർ പറയും. ഇവിടെ കുട്ടികളൊന്നുമില്ല, അവരൊന്നും വായിക്കൂല. നമ്മൾ വായിക്കണ്ടേ? ഒന്നുകിൽ അത് കളവാണ്, അല്ലെങ്കിൽ അഹങ്കാരമാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്താ അഹങ്കാരം? എനിക്കതൊന്നും വായിക്കേണ്ട കാര്യമില്ല, ഞാൻ അതൊക്കെ ഇതിന്റെ മേലെ, ഞാനൊക്കെ പഠിച്ചതാണ്, എനിക്കറിയാത്തതൊന്നുമില്ല, അതല്ലേ ഇപ്പൊ വായിക്കണ്ടെന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് എന്ത് ഇസ്ലാമിക വിവരമുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണ്ടേ? അപ്പൊ വായിക്കുക എന്നത് പ്രധാനമാണ്. ചില ആളുകൾ സമയമില്ലെന്ന് പറയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ വിശ്വാസികളോട്? ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. കുല്ലി മുസ്ലിമിൻ, അതിന്റെ അർത്ഥം ആർക്കറിയാത്തത്? എല്ലാ മുസ്ലിമീങ്ങൾക്കും
നിർബന്ധമാണ്, ഫരീദത്താണ്, ഫറളാണ്. എന്ത്? ത്വലബുൽ ഇൽമ്, അറിവ് കരസ്ഥമാക്കുക എന്ന്. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും ആഴത്തിൽ പഠിച്ച് പണ്ഡിതന്മാരാകണം എന്നാണോ? അതിനെല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. അതിലൊരു വിഭാഗം വേറെ മാറിയിരിക്കണം. എന്നാൽ അത്യാവശ്യം അവനവന്റെ ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ, നിസ്കാരം, അതിന്റെ അഹ്കാമുകള്, അത്തരം അത്യാവശ്യ കാര്യങ്ങൾ ഒരു വിശ്വാസി പഠിച്ചിരിക്കുക എന്നത് മസ്റ്റാണ്, ഫർളാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് സമയമില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നമ്മൾ ലോകത്തേക്ക് വന്നത് എന്തിനാ? മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനും അല്ലാണ്. മുഖ്യ ഉദ്ദേശം അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കല. പിന്നെ ശൈത്താൻ കാണിച്ചെന്നാണ് എന്ത്? ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളെ, ആ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളെ കാണിച്ചുകൊണ്ട് നമ്മളെ അതിന്റെ പിന്നാലെ കൊണ്ടുപോകണത്. സമയമില്ല എന്ന് പറയുന്ന ആളുകളുടെ സമയം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫോൺ എടുക്കുന്നത്, നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങളെ കുട്ടികളോടൊരു ആപ്പിനെ പറ്റി ചോദിച്ചാൽ സ്ക്രീൻ ടൈം അറിയുന്ന ഒരു ആപ്പ് ഉണ്ട്. അതിൽ നോക്കിയാൽ ഒരു ദിവസം നിങ്ങൾ എത്ര സമയം ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഇനി നോക്കാം, കഴിഞ്ഞ ദിവസത്തൊക്കെ എടുത്ത് നോക്കാം. അപ്പൊ നോക്കുമ്പോഴാണ് അറിയാ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5ഉം 6ഉം മണിക്കൂർ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയം ഉണ്ടാവും. അപ്പൊ എല്ലാ ചപ്പ് ചവറുകളും റീൽസുകളും ഓരോരുത്തർ ഉണ്ടാക്കിയിരുന്ന തമാശകളും കാണാൻ നമുക്ക് സമയമുണ്ട്. പക്ഷെ ഗൗരവമായ ഒരു വായനക്ക് പലപ്പോഴും സമയമില്ല എന്നതാണ്. അതിന് കാശില്ല എന്നാ. ചില ആൾക്കാർ കാശില്ല എന്ന് പറയും. ആ കാശില്ല എന്ന് പറയുന്ന ആള് ഇതിന് 1000-500 രൂപ ആവശ്യം ഉണ്ടാവുള്ളൂ. എന്നാൽ കാശില്ല എന്ന് പറയുന്ന അതേ ആള് തന്നെ ഒരു ദിവസം വാഹനത്തിൽ എത്രയാണ് പെട്രോൾ അടിക്കുന്നത്? ഒരു ദിവസം ഒരു ഹോട്ടലിൽ കയറി സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ ബില്ല് എത്രയാണ് കൊടുക്കുന്നത്? അത് മതി ഒരു വർഷത്തിന് ഒരു പ്രസിദ്ധീകരണം വാങ്ങി വായിക്കാൻ, ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം വന്ന് വായിക്കാൻ. പക്ഷേ അതിന് കാശില്ല. ഇതൊക്കെ ശൈത്താൻ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതായത് ഇസ്ലാമിനെ പറ്റി പഠിക്കുക എന്നുള്ളൊരു വിഷയമല്ല എന്നുള്ള കാര്യമാണ്. ദുർന്യായങ്ങൾ പറഞ്ഞ് വായനയും പഠനവും നമ്മൾ ഉപേക്ഷിച്ചാൽ നിർബന്ധമായും നാം വായിക്കേണ്ട ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിൽ വരുന്ന ഒരു ദിനമുണ്ട്. അന്ന് നമ്മൾ കരയേണ്ടി വരും. അതെല്ലാവരും വായിക്കേണ്ടി വരും. എനിക്ക് നേരമില്ല, എനിക്ക് സമയമില്ല, ഞാൻ ഭയങ്കര തിരക്കേറിനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഇവിടുത്തെ ഭയങ്കര രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ഭയങ്കര തിരക്കുള്ള ആളാണ്, നിങ്ങളെപ്പോലൊന്നുമല്ല എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കാൻ അവിടെ കഴിയില്ല. ഏതാണ് ആ ഗ്രന്ഥം? ഗ്രന്ഥം വെച്ച് നൽകും. അപ്പോൾ കുറ്റവാളികൾ കാണും. മുസ്ഫിഖീന, അവരെങ്ങനെ കാണും? പേടിച്ചരണ്ടവരായിട്ടാണ് അവർ കാണപ്പെടുക. മിമ്മാ ഫീഹി, അതിലുള്ളതിനെ പറ്റി അറിഞ്ഞ ശേഷം, അഥവാ അവന്റെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുമ്പോൾ ആ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ അറിയുമ്പോ അവനതാ പേടിച്ചരണ്ടവനായി കാണും. എന്നിട്ട് അവനും പരിസരം മറന്നുകൊണ്ട് പറയും, അവര് പറയും, യാ വൈലത്തനാ, എന്റെ കഷ്ടമേ, എന്റെ നഷ്ടമേ, മാലികാദുൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു, ഇതിൽ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, സ്വഗീറത്തൻ വലാ കബീറ, ചെറിയൊരു കാര്യം പോലും എന്റെ ജീവിതത്തിന്റെ അഡപടലമുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതുമൊന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹ, ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ലല്ലോ. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ ഹാജരാക്കി കൊണ്ടുവന്നിരിക്കുന്നു. അതന്ന് വാപ്പ കണ്ടിട്ടില്ല, ഉമ്മ കണ്ടിട്ടില്ല, ഭാര്യ അറിഞ്ഞിട്ടില്ല, നാട്ടുകാരറിഞ്ഞിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്, ബെഡ്റൂമിൽ വെച്ച് ചെയ്തതാണ്, വിദേശത്ത് വെച്ച് ചെയ്തതാണ്, ടൂർ പോയപ്പോ ചെയ്തതാണ്, ഞാൻ കമ്പനി കൂടിയപ്പോ മദ്യപിച്ചതാണ്, ഞാൻ അങ്ങനെ പോയപ്പോ വ്യഭിചരിച്ചതാണ്. അതാരും അറിഞ്ഞില്ലല്ലോ. പക്ഷേ ഈ ഗ്രന്ഥത്തിൽ അതെല്ലാം ഉണ്ടല്ലോ, ചെറുതും വലുതുമൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ. എന്നിട്ട് അല്ലാഹ് പറയാണ്, അല്ലാഹ് ഒരാളോടും അനീതി കാണിക്കുകയില്ല, നിങ്ങൾ ചെയ്തത് വെച്ചുകൊണ്ടേ നിങ്ങളെ വിചാരണ ചെയ്യുകയുള്ളൂ എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വായിക്കാനും പഠിക്കാനും ദീന് മനസ്സിലാക്കാനും നേരല്ല എന്ന് പറഞ്ഞ നെട്ടോട്ടോടി ദുനിയാവിന്റെ കാര്യം വരുമ്പോ നമുക്ക് എല്ലാ കാര്യത്തിനും നേരമുണ്ട്. ഞാൻ SIR ചെറുതാക്കി പറയല്ല, അതെല്ലാവരും ചെയ്യേണ്ട കാര്യം. പക്ഷെ ആ ഒരു മനസ്സ്, അതിലേറെ വലിയൊരു മനസ്സ് എന്തിനു വേണം? നാളെ പരലോകത്ത് പടച്ചോന്റെ മുമ്പിൽ നോക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള പണിക്ക് വേണ്ടേ? അതിന്റെ അറിവ് നമ്മൾ അറിയണ്ടേ, അത് അറിയണ്ടേ, അത് പഠിക്കാനുള്ള സദസ്സക്ക് പോകണ്ടേ, വായിക്കണ്ടേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ഒരു ചിന്ത കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വേണം. ആ നിലക്ക് മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി
ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമികമായ ഗൗരവമായ വായന ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഒരുപക്ഷെ ചില ആളുകൾ വിചാരിക്കും, അതൊക്കെ ഈ പ്രസംഗിക്കും ക്ലാസ് എടുക്കും ചെയ്യുന്ന ആളുകളൊക്കെ പഠിച്ചാൽ പോരെ, ഞാൻ എന്തിനാ അത് വായിക്കണേ, ഞാൻ സാധാരണക്കാരനല്ലേ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും നേരെ ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇസ്ലാം വിരുദ്ധരുടെ അജണ്ടയിൽ നമ്മളും നമ്മുടെ കുടുംബവും അകപ്പെട്ടു പോകും. അതാ ശ്രദ്ധിക്കേണ്ടത്. സാധാരണക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിനും ഇസ്ലാമിക സംസ്കാരത്തിനും മുസ്ലിമീങ്ങൾക്കും എതിരിൽ വന്നുകൊണ്ടിരിക്കുന്ന കൂരമ്പുകൾ എന്താണ്, വിമർശനങ്ങൾ എന്താണ്, ആരോപണങ്ങൾ എന്താണ്, അതിന്റെ വേരുകൾ എന്താണ്, അതിന്റെ ഹിഡൻ അജണ്ടകൾ എന്താണ്? ഇതൊന്നും അറിയാതെ നമ്മൾ ജീവിച്ചാൽ, നമ്മുടെ പെൺമക്കൾ ജീവിച്ചാൽ, ഞാൻ പെൺമക്കൾ എന്ന് അടിവരടാൻ കാരണം നമ്മുടെ നല്ലൊരു വിഭാഗം പെൺമക്കൾ ഇന്ന് അത്തരം അജണ്ടയുടെ കോടാലി പിടികളായി മാറിയിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലായിട്ടില്ല, കുടുംബങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ കുട്ടിനോട് പോയിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന മകളോട് പോയിട്ട്, മോളെ എനിക്കൊരു കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചു നോക്കി, എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന് പറയും. എന്നാ അടുത്ത വർഷം പറ്റുമോ? അതും പറ്റൂല. അത് PG കഴിയട്ടെ, ഓരോന്ന് കഴിയട്ടെ എന്ന് പറയും. അവസാനം ചോദിക്കുമ്പോൾ എനിക്ക് കല്യാണം തന്നെ വേണ്ടെന്ന് പറയും. ഈ കല്യാണപ്പേടി ഉണ്ടാക്കിയത് ആരാ? അതിവിടെ ഇസ്ലാം വിരുദ്ധരുടെ ഒരു അജണ്ടയിൽ നമ്മുടെ മക്കൾ പോയി പെട്ടതാണ്. അത് കുടുംബത്തെ കശക്കി എറിയുന്നതാണ്. കാരണം വിവാഹമാണ് കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. വിവാഹത്തെ കശക്കി എറിഞ്ഞാൽ കുടുംബത്തെ ഇല്ലാതെയാക്കാൻ എളുപ്പമാണ്. അത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. അതിൽ നമ്മുടെ മക്കൾ അകപ്പെട്ടിരിക്കും. അപ്പൊ എന്താണ് ആ ഗൂഢാലോചന? അതാണ് LGBTQ ആക്ടിവിസം എന്ന് പറയുന്നത്. അതാണ് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. എത്ര ആളുകൾക്ക് അതറിയാം? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിനെ വായിക്കണം എന്ന് പറഞ്ഞത്, അതിനാ പഠിക്കണം എന്ന് പറഞ്ഞത്, അതിനാ കേൾക്കണം എന്ന് പറയുന്നത്. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബം തന്നെ എന്ത് ചെയ്യും? പ്രതിസന്ധിയിലാകും. ഓരോ സംഭവങ്ങൾ വരും. നോക്കൂ നിങ്ങൾ. ഇപ്പൊ ഡൽഹിയിൽ ഒരു സ്ഫോടനമുണ്ടായി. ആ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലർ ഉയർത്തിയ വാദമുഖങ്ങൾ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഒരു പുതിയ കോയിനേജ് കൊണ്ടുവരികയും ഒരു വാക്ക് കൊണ്ടുവരികയാണ്. എന്താ വാക്ക്? അവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നത് ചില ഡോക്ടർമാരെയാണ് എന്നാണ്. അതുകൊണ്ട് ആ ഡോക്ടർമാരായതുകൊണ്ട് തന്നെ ഇതിന് പേരിട്ടിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസം എന്നാണ്. അങ്ങനെ പുതിയ ടെററിസം ഇന്ന് രൂപപ്പെട്ടു വരുന്നു, ഭീകരത രൂപപ്പെട്ടു വരുന്നു എന്ന് മലയാള ചാനലുകൾ പോലും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവർ പറഞ്ഞു എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവർ ചാവേറുകളായി പൊട്ടിത്തെറിക്കുന്നതിന്റെ പിന്നിൽ ഒരു ആശയമുണ്ട്. ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ് ആ ആശയം? പരലോകമുണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ്. അത് രണ്ടാമതൊരു ജീവിതമുണ്ട്, പരലോകമുണ്ട്, സ്വർഗമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവരിത് ചെയ്യാൻ കാരണം. എന്താ ആഖ്യാനം? അതായത് ഇവിടുന്ന് മരിച്ചാൽ, ചാവേറായി പൊട്ടിത്തെറിച്ചാൽ അവർക്ക് സ്വർഗം കിട്ടും എന്നൊരു വിശ്വാസമാണ് ഇവരൊക്കെ മനസ്സിൽ. അതുകൊണ്ട് ആ ആശയത്തെയാണ് ഇനി കൈകാര്യം ചെയ്യേണ്ടതെന്ന്. എന്റെ അർത്ഥം എന്താ? പച്ച മലയാളം പറഞ്ഞാൽ പരലോകമുണ്ട്, പടച്ചോണ്ട് എന്ന് പറയുന്നത് ഖുർആനല്ലേ, ഹദീസല്ലേ, ഇസ്ലാമല്ലേ? അപ്പൊ ഇനി കൈകാര്യം ചെയ്യേണ്ടത് ഈ മതത്തെയാണ് എന്ന് പച്ചക്ക് പറയാണ്. അതാരാ പറയണത്? അതാണ് ഞാൻ പറയുന്നത്. ഇസ്ലാം വിരുദ്ധ ശക്തികൾ വാടകക്കെടുത്ത കോടാലിപ്പിടികൾ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ പേരുള്ളവരുണ്ട്. അവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. അവർ വന്ന് പത്രസമ്മേളനം നടത്തുക. എന്താ പത്രസമ്മേളനം? ഇന്ന ആളുകളൊക്കെ നിരോധിക്കണം നാട്ടിൽ നിന്ന്. അവരാണ് ഇത്തരം പ്രശ്നത്തിന്റെ ആശയത്തിന് പിന്നിലുള്ളത്. മുസ്ലിം നാമധാരികളെ പറയുന്നത്. അവര് വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലേക്ക് രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ അവരെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത്. തൊട്ടുടനെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വേറെ കുറച്ച് ആളുകൾ വരും, എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട്. പേര് മുസ്ലിങ്ങളായിരിക്കും, പക്ഷെ ഇസ്ലാം വിട്ടിട്ടുണ്ടാവും അവര്. പക്ഷെ അവരുടെ പ്രൊഫൈലിലൊക്കെ ഞാൻ മുസ്ലിമാണ് എന്നുള്ളവർക്കാ വരിക. അതിനെ എക്സ് മുസ്ലിം എന്ന് പറയാം. എന്നിട്ട് അവരിത് ഏറ്റുപിടിക്കുക. എന്നിട്ട് പറയുന്നത് ഈ പരലോക വിശ്വാസം അത് പ്രൊഫഷണൽ സമൂഹത്തിലും ഡോക്ടർമാരിലും എഞ്ചിനീയർമാരിലും ഒക്കെ ഈ മതബോധം ഉണ്ടാക്കുന്ന ആളുകൾ വലിയ കുഴപ്പക്കാരാണ് എന്ന രീതിയിലേക്ക് ആഖ്യാനിച്ചു കൊണ്ടുവരുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരലോകബോധമുള്ളവർക്ക് ഒരിക്കലും ചാവേറാകാൻ കഴിയില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. ഈ വിമർശിക്കണവർ മനസ്സിലാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദ്യം ഉണ്ട് എന്നുള്ളൊരു ഓർമ്മ അവനുണ്ടാവും. അതുകൊണ്ട് അവരത് ചെയ്യൂല. കാരണം എന്താ അറിയോ? കൊലയെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? ആദ്യം ഉണ്ടായത് ആദം നബിക്കാണല്ലോ സന്തതികൾ ഉണ്ടായത്, 2 മക്കളുണ്ടായി അല്ലേ? അവർ 2 പേരുണ്ടായപ്പോ അവര് അള്ളാന്റെ മാർഗത്തിന് നേർച്ച ചെയ്തു. ഒരാളെ നേർച്ച അള്ളാഹു സ്വീകരിച്ചു, മറ്റേ ആളത് സ്വീകരിച്ചില്ല. അപ്പൊ സ്വീകരിക്കാത്ത വ്യക്തി എന്തായി? മറ്റേ അവനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി, അവന്റെ നേരെ ആയുധം നീട്ടാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ആ മുത്തക്കിയായ മകൻ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്?
നീ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ നേരെ നീ ആ കൈ നീട്ടിയാൽ നിന്നെ കൊല്ലാൻ ഞാൻ തിരിച്ചു കൈ നീട്ടുകയില്ല. ഒരിക്കലും ഞാൻ നിന്നെ കൊല്ലാൻ കൈ നീട്ടുകയില്ല. കാരണം എന്താ? ഇന്നി അഖാഫുല്ലാഹ് റബ്ബൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീനായ ആ പടച്ചതമ്പുരാനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഒരിക്കലും നിരപരാധികളെ കൊല്ലുക എന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. ഹദീസിൽ പറഞ്ഞത് എന്താ? ആത്മഹത്യ ചെയ്ത ആളെ പറ്റി എന്താ പറഞ്ഞത്? ഈ ചാവേറാക്രമണം എന്ന് പറഞ്ഞാൽ സ്വയം മരിക്കണമല്ലോ. അതിനെപ്പറ്റി എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? ആ ആത്മഹത്യ ചെയ്ത ആൾക്കാർ നാളെ നരകത്തിൽ വരുന്നതാണ്. അവര് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ നരകത്തിൽ അവർ ഇനി ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും, അവർക്ക് മരണം ഉണ്ടാവൂല. ഒരാൾ വയറിന് കുത്തിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് ആ നരകത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. ഒരാൾ വിഷം കഴിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ എല്ലാ കാലത്തും നരകത്തിൽ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ആലോചിക്കുക. ഇത് ഫൈനൽ എക്സിറ്റ് അല്ല. ജീവിതം, മരണമെന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിന്റെ ഫസ്റ്റ് എൻട്രൻസ് ആണ് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാവേറായി പൊട്ടിത്തെറിച്ച ഒക്കെ കഴിഞ്ഞു എന്നല്ല, നാളെ പരലോകത്തായും നരകത്തിൽ ശിക്ഷ ഉണ്ട്. അത് ഒരു വിശ്വാസിയും പരലോക വിശ്വാസിയും ഒരു നിലക്കോ ചാവേറായി പൊട്ടിത്തെറിക്കുകയില്ല എന്ന് മനസ്സിലാകും. പിന്നെ സാധ്യതകൾ ആരാ? പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരു പക്ഷേ സാധ്യത ഉണ്ടാവും. കാരണം എന്താ? ഒരു പരലോകം പഠിച്ചൊന്നുമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓരോ എന്തും ചെയ്യും. കാരണം ചോദിക്കാനും പറയാനില്ലല്ലോ. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയല്ല, ഇവിടെ ആരെങ്കിലും അകാരണമായി എന്തെങ്കിലും ചെയ്താൽ അതിന് ഉത്തരം നാളെ പരലോകത്ത് പറയണമെന്ന് ബോധമുള്ളവരാണ് ആര്? വിശ്വാസികൾ എന്ന് പറയുന്നത്. പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്തുമാകാം. കാരണം എന്താ? ഇപ്പൊ നമുക്കറിയാം, ന്യൂസിലാൻഡിൽ 2019 ഒരു ഭീകരാക്രമണം ഉണ്ടായി. 2 മുസ്ലിം പള്ളികൾക്ക് നേരെയാണ് അവിടെ ഉണ്ടായത്. ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് 2 മുസ്ലിം പള്ളികളിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഒരു ചങ്ങാതി ചെന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ വെള്ളിയാഴ്ചിരിക്കുന്ന ആളുകൾക്ക് നേരെ നിറയൊഴിച്ചു, ഒന്നിച്ച് നിറയൊഴിച്ചു. ആ നിറയൊഴിച്ച് 51 പേര് തൽക്ഷണം അവിടെ വെച്ച് മരണപ്പെട്ടു. ഒരു പള്ളി മുഴുവൻ ചോരക്കളമായി മാറി. അവസാനം ആ വ്യക്തിയെ പറ്റി അന്വേഷിച്ചു. ആ വ്യക്തിയെ കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലാക്കിയപ്പോ ബ്രണ്ടൻ ഹാരിസൺ ടാരന്റ് എന്ന് പറയുന്ന ആ വ്യക്തി, അയാളെ മതം ചോദിച്ചു നോക്കുമ്പോ അയാൾക്ക് മതമല്ല എന്നാ പറഞ്ഞത്. അയാൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആളാണെന്ന് പറഞ്ഞത്. ഫാർ റൈറ്റ് എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം, തീവ്ര വലതുപക്ഷത്തിന്റെ ആളായിരുന്നു എന്നതാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനത്തെ ഒരാളാണ് ആ പണിയെടുത്തത്. അപ്പൊ എല്ലാവരും പറയണത് നിരീശ്വരവാദികൾ എല്ലാവരും ടെററിസ്റ്റുകളാണ് എന്ന് ഈ സംഭവം വെച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല. ഒരിക്കലും തന്നെ ഭീകരവാദത്തിന് മതമില്ല, മതത്തിൽ ഭീകരവാദവുമില്ല. അത് ചെയ്യുന്ന ആളുകൾക്ക് ഒരൊറ്റ മതമേ ഉള്ളൂ, അത് ഭീകരവാദമാണ് അവരുടെ മതം. അതിൽ ഒരു മതത്തിലേക്കും ചേർത്ത് വെക്കണ്ട, മതമില്ലായ്മയിലേക്കും ചേർത്ത് വെക്കണ്ട. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നേരെ എതിരായ സംഭവങ്ങളാണ് ചരിത്രത്തിൽ കൂടുതലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദശലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കൊല ചെയ്ത ആളുകളെ പറ്റി പഠിച്ചു നോക്കിയാൽ അവർ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരായിരുന്നു. അതിന് ചരിത്രത്തിൽ എമ്പാടും തെളിവുകൾ നമുക്ക് ഇഷ്ടം പോലെ തന്നെ കാണുവാൻ സാധിക്കും. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ എല്ലാവരും പഠിച്ചതല്ലേ? 1ഉം 2ഉം ലോകമഹായുദ്ധത്തിന്റെ പിന്നിൽ ഏതെങ്കിലും മുസ്ലിങ്ങളാണോ? അല്ലല്ലോ. പക്ഷെ ആ ലോകമഹായുദ്ധങ്ങളിൽ എന്താ സംഭവിച്ചത്? 1ാം ലോകമഹായുദ്ധത്തിൽ 2,02,00,000 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2ാം ലോകമഹായുദ്ധത്തിലാകട്ടെ 8 കോടിയിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആകെ 10 കോടിയിലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും എന്താ? ഇസ്ലാം യുദ്ധത്തിന്റെ മതമാണ്, വാറിന്റെ മതമാണ്. മുഹമ്മദ് നബി യുദ്ധഭ്രാന്തനായിരുന്നു, ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനായിരുന്നു എന്നൊക്കെയാണ് ഇത്തരം ആളുകൾ പറയാറുള്ളത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടുമല്ലാതെയും പങ്കെടുത്ത മൊത്തം യുദ്ധങ്ങളുടെ കണക്കെടുത്തു നോക്കിയാൽ അതിൽ എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത്? വെറും 1000-നും 1300-നും ഇടയിലുള്ള ആളുകൾ മാത്രം. 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ എത്രയാണ്? 10 കോടിയിലധികം ആളുകൾ. ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ ഗസയിൽ നടന്ന നരനായാട്ടിൽ ഏകദേശം 3,400,000 ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ വെറും 1300-ൽ താഴെ ആളുകൾ മാത്രമേ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. എന്നിട്ടാണ് ഇസ്ലാം വലിയ പ്രശ്നമാണ്, മുഹമ്മദ് നബി വലിയ പ്രയാസമാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം സമാധാനമാണ്. ഇസ്ലാം മനുഷ്യ ജീവന് പവിത്രത നൽകുന്ന ഒരു മതമാണ്. ഇസ്ലാമിൽ ഒരു നിർബന്ധവുമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരിക്കലും തന്നെ അതിൽ ബലാത്കാരമില്ല. പിന്നെ ഇസ്ലാമിന്റെ പേരിൽ
അതിന് വേഷം ധരിച്ച ആളുകളെ ഇസ്ലാം വിരോധികൾ തന്നെ വാടകക്കെടുത്തുകൊണ്ട് തീവ്രവാദികളാക്കി മാറ്റുന്നുണ്ട്. അതാണ് ISIS എന്ന് പറയുന്നത്. ആ ISIS ഒരിക്കലും മുസ്ലിങ്ങളല്ല, അവർക്ക് മുസ്ലിം വേഷം മാത്രമേ ഉള്ളൂ. അവർ കൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്നിൽ സയനിസ്റ്റുകളാണ്, ഇസ്ലാം വിരുദ്ധരാണ്, അവരുടെ ചട്ടുകങ്ങളാണ്. അതുകൊണ്ടാണ് ആലു ഷെയ്ഖ് ആ ജനലക്ഷങ്ങളെ ഹജ്ജിന്റെ സമയത്ത് അറഫ മൈതാനിയിൽ ഒത്തുകൂടിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി പറഞ്ഞത് ISIS-നെതിരിൽ എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് പറഞ്ഞത്. അതിനെല്ലാ മുസ്ലിം പണ്ഡിതന്മാരും തള്ളിക്കളഞ്ഞതാണ്. അപ്പൊ ഈ എക്സ് മുസ്ലിമീങ്ങൾ ഇസ്ലാം വിമർശകരുടെ കോടാലികളാണ്, കോടാലിപ്പിടികളാണ്, മെഗാഫോണുകളാണ്. അവർ മറ്റുള്ളവർ പറയുന്നത് മുസ്ലിം വേഷത്തിലും പേരിലും അവരുടെ ഫേസ്ബുക്കിൽ വന്ന് പറയുന്നു, അതൊരാഖ്യാനമാക്കുന്നു, എന്നിട്ട് ഇവിടെ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ ടാർണിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിത് എന്തിനാ പറഞ്ഞത്? ഇതൊക്കെ മനസ്സിലാക്കിയാലേ ഈ കെണിയിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളടക്കം ഇത്തരം ആളുകളുടെ കോടാലിപ്പിടികളായി മാറും. അതുകൊണ്ട് നല്ലോണം വായിക്കണം, പഠിക്കണം. ആനുകാലികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിഷയങ്ങളെ പറ്റി കൃത്യമായി നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.